കോട്ടയം ഏറ്റുമാനൂരിൽ പോലീസുകാരനെ ചവിട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി 2022 മുതൽ റൌഡി ലിസ്റ്റിൽ ഉൾപ്പെട്ടയാളാണ് എന്ന് കോട്ടയം SP A. ഷാഹുൽ ഹമീദ്. ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിലടക്കം വിവിധ സ്റ്റേഷനുകളിലായി ഇയാൾക്കെതിരെ 7 കേസുകൾ നിലവിലുണ്ട്. തട്ടുകടക്കാർ തമ്മിലുള്ള തർക്കത്തിൽ കൊട്ടേഷൻ എടുത്താണ് പ്രതി എത്തിയത് എന്ന് സംശയിക്കുന്നതായും SP പറഞ്ഞു. പ്രതിക്കെതിരെ കൊലപാതക കുറ്റം ചുമത്തിയിട്ടുള്ളതായും SP പ്രതികരിച്ചു. ഇയാൾക്ക് 2022 മുതൽ ഗാന്ധിനഗർ പോലീസ് സ്റ്റേഷനിൽ റൌഡി ഹിസ്റ്ററി ഷീറ്റ് ഉണ്ട്. ഇയാൾ മൊത്തം 7 കേസിൽ പ്രതിയാണ്. ഗാന്ധിനഗറിൽ തന്നെ 308 കേസ്, അതുപോലെ ഒരു മോഷണ കേസ്, കോതമംഗലം പോലീസ് സ്റ്റേഷനിൽ 325 കേസ്, അതുപോലെ സുവമോട്ടോ ആയിട്ട് പോലീസ് എടുത്ത അബ്കാരി ആക്ട് NDPS ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനുള്ളൊരു കേസ്. അങ്ങനെ മൊത്തം 7 കേസിൽ പ്രതിയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന പ്രാഥമിക വിവരം അങ്ങനെയാണ്. ഈ സാലി മൊഴി തന്നിരിക്കുന്നത് പ്രകാരം തൊട്ടടുത്തുള്ള തട്ടുകടയിലുള്ള പ്രകാശൻ പറഞ്ഞയച്ചു എന്നുള്ള രീതിയിലാണ് നമുക്ക് മൊഴി കിട്ടിയിരിക്കുന്നത്. അതിനെക്കുറിച്ച് കൂടുതൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തണം. പ്രകാശനും ജിബിൻ ജോർജും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള അനാലിസിസും കാര്യങ്ങളൊക്കെ നടത്തണം. കൂടുതൽ അന്വേഷണത്തിൽ അത് പറയാൻ കഴിയുള്ളൂ. മരിച്ച CPO ശ്യാംപ്രസാദിന്റെ പൊതുദർശനം ഇപ്പോഴും തുടരുകയാണ്. മന്ത്രി റോഷി അഗസ്റ്റിൻ അടക്കമുള്ളവർ അന്തിമോപചാരം അർപ്പിച്ചു. വിവരങ്ങളുമായി G. ശ്രീജിത്ത് ചേരുന്നുണ്ട്. ശ്രീജിത്ത്, ഇപ്പോഴും പൊതുദർശനം തുടരുകയാണോ? ആരെല്ലാമാണ് പൊതുദർശനത്തിന് പ്രധാനമായും എത്തിയ നേതാക്കൾ? മറ്റെന്തെല്ലാമാണ് വിവരങ്ങൾ? പോലീസ് ക്ലബിലെ പൊതുദർശനം പൂർത്തിയായിട്ടുണ്ട് അഭിലാഷ്. മന്ത്രി VN വാസവനാണ് ആദ്യം അന്തിമോപചാരം അർപ്പിച്ചത്. തുടർന്ന് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ MLA എത്തി. തൊട്ടു പിന്നാലെയാണ് റോഷി അഗസ്റ്റിൻ എത്തിയത്. ജില്ലാ പോലീസ് മേധാവി ഷാഹുൽ ഹമീദ് ഉൾപ്പെടെയുള്ള പോലീസ് ഉന്നത ഉദ്യോഗസ്ഥരും ജില്ലയിലെ ഉദ്യോഗസ്ഥരും പുഷ്പചക്രം അർപ്പിച്ചു. എന്തായാലും തുടർന്ന് വെസ്റ്റ് പോലീസ് സ്റ്റേഷനിലും മൃതദേഹം എത്തിച്ചിട്ടുണ്ട്. എന്തായാലും അല്പസമയം കൂടി കഴിഞ്ഞാൽ വൈകുന്നേരത്തോടുകൂടി മാഞ്ഞൂരിലെ ആണ് സംസ്കാര ചടങ്ങുകൾ ക്രമീകരിച്ചിട്ടുള്ളത്. എന്തായാലും ഈ പ്രതി ഇങ്ങനെയൊരു ഈ നേരത്തെ തന്നെ രാവിലെ തന്നെ വാർത്തകൾ വരുമ്പോൾ ഉണ്ടായിരുന്ന വിവരം നൽകിയിരുന്ന വിവരം ഈ 2 തട്ടുകടക്കാർ തമ്മിലുള്ള ഒരു തർക്കം, അവർക്കിടയിലുള്ള ഒരു പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എത്തിയതാണ് ഇയാൾ, ഒരാളുടെ നിർദ്ദേശപ്രകാരം എത്തിയതാണ് എന്ന സൂചനകൾ ഉണ്ടായിരുന്നു. അതാണ് ജില്ലാ പോലീസ് മേധാവിയും സ്ഥിരീകരിക്കുന്നത്. സാലിയും പ്രകാശനും തമ്മിലുള്ള തർക്കം, അതിൽ പ്രകാശന്റെ കൊട്ടേഷൻ ഏറ്റെടുത്ത് ഈ സാലിയുടെ തട്ടുകട പൂട്ടിക്കാൻ വേണ്ടി എത്തിയതാണോ എന്ന സംശയമാണ് പോലീസ് പങ്കുവെക്കുന്നത്. പ്രത്യേകിച്ച് സാലിയുടെ മൊഴി അങ്ങനെയാണ്. പ്രകാശൻ എന്തായാലും പ്രകാശനെ അടക്കം ചോദ്യം ചെയ്തുകൊണ്ട് ഒരുപക്ഷെ അങ്ങനെ ഒരു കൊട്ടേഷനാണോ ഇതിന് പിന്നിലുള്ളത് എന്ന് വ്യക്തമാകേണ്ടിയിരിക്കുന്നു. എന്തായാലും ഒരു കാര്യം, അവർക്കിടയിലെ തട്ടുകട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എത്തുമ്പോൾ തന്നെ എത്തിയൊരു പോലീസുകാരനെ വകവരുത്തി എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഗൗരവം വല്ലാതെ കൂട്ടുന്നത്. അതുകൊണ്ട് തന്നെ നിലവിൽ ഇയാൾ മാത്രമാണ് പ്രതി. ഈ സെബിൻ ജോർജിനെതിരെ കൊലപാതക കുറ്റമടക്കം ചുമത്തിയാണ് പോലീസ് ചോദ്യം ചെയ്യലടക്കം തുടരുന്നത്. എന്തായാലും ഇയാളുടെ തെളിവെടുപ്പുള്ള ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനി നടക്കേണ്ടതുണ്ട്. പക്ഷെ പോലീസ് രാവിലെ തൊട്ട് ഉച്ചവരെ എന്താണ്ട് ഏറ്റുമാനൂർ പോലീസ് ഈ പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുടെ ഭാഗമായിരുന്നു. ഒരുപക്ഷെ പ്രതിയെ റിമാൻഡ് ചെയ്ത ശേഷമായിരിക്കുമോ തെളിവെടുപ്പിന് എത്തിക്കുക എന്ന കാര്യവും ഇനിയും വ്യക്തമായിട്ടില്ല. പ്രതി വളരെ അക്രമകാരിയായാണ് പോലീസ് സ്റ്റേഷനിലും ഉണ്ടായിരുന്നത്. ലോക്കപ്പിനുള്ളിലും ആ നിലയിൽ ബഹളം വെക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഇന്ന് രാവിലെയും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ചൊരു ഇയാളും നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കഞ്ചാവ് അടക്കമുള്ള വിവിധ മയക്കുമരുന്ന് കേസുകളിൽ കൂടി പ്രതിയാണ് ഇയാൾ. കൊലപാതക ശ്രമത്തിൽ അടക്കം വിവിധ തരത്തിലുള്ള തല്ല് കേസുകൾ അടക്കം ഇയാൾക്കെതിരെ ഉണ്ട്. അതെല്ലാമാണ് ജില്ലാ പോലീസ് മേധാവി ചൂണ്ടിക്കാണിച്ചത്. റൌഡിയാണ് എന്നും പോലീസ് സ്ഥിരീകരിക്കുകയാണ്. എന്തായാലും ഈ മറ്റാരെങ്കിലും ഇനി പ്രതിയാകാനുള്ള സാധ്യതയുണ്ടോ എന്നതുകൂടി പോലീസ് പരിശോധിച്ച് വരികയാണ്. പ്രത്യേകിച്ച് ഈ പ്രകാശനും ഈ സെബിൻ ജോർജും തമ്മിലുള്ള ബന്ധം എന്ത് എന്ന കാര്യം കൂടി പരിശോധിക്കുകയാണ്. അയാൾക്ക് കൂടി അതൊരു കൊട്ടേഷൻ കേസായി ഒരുപക്ഷെ മാറിയേക്കാം. അതിനപ്പുറത്തേക്ക് കൊലപാതകത്തിലേക്ക് എത്തിയത് അപ്രതീക്ഷിതമാണ്. അതിൽ പ്രകാശനും പങ്കുണ്ട് എന്ന് കരുതാൻ ആകുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഉള്ളത്. പക്ഷെ പ്രകാശനെതിരെ മറ്റ് കേസുകൾ വരാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. എന്തായാലും പോലീസ് ഇക്കാര്യങ്ങളെല്ലാം വിശദമായി പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. പാർട്ടിയുടെ വിശദാംശങ്ങൾ ആണ് ശ്രീജിത്ത് നൽകിയത്. തിരുവനന്തപുരം ധനുവച്ചപുരത്ത് സലീനാമയുടെ മൃതദേഹം കല്ലറയ്ക്ക് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി വീണ്ടും സംസ്കരിച്ചു. മരണത്തിൽ ദുരൂഹതയുണ്ട് എന്ന മകൻ രാജന്റെ പരാതിയെ തുടർന്നായിരുന്നു നടപടി. പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ആചാരപരമായി തന്നെയാണ് മൃതദേഹം സംസ്കരിച്ചത്. കഴിഞ്ഞ മാസം 6-ന് സലീനാമ വാങ്ങിയ പുതിയ ആഭരണങ്ങൾ കാണാനില്ല എന്ന് മകൻ രാജൻ പറഞ്ഞു. അപ്പം അമ്മയുടെ കഴുത്തിൽ ഒരു 2 കമ്മലും 2 ഇയർ ചെയിനും ഒരു മാലയുണ്ടായിരുന്നു.
ഈ അടക്കത്തിൻ്റെ ആവശ്യത്തിലേക്ക് വേണ്ടി ഇതുകൊണ്ട് പണയം വയ്ക്കാൻ പോയപ്പോൾ അതിലൊന്ന് മുക്കുപണ്ടമായിരുന്നു. അപ്പം ഞാനും വീട്ടിൽ കുറച്ച് ദിവസം ഇല്ലായിരുന്നു. അപ്പം ഞാനില്ലാത്തതുകൊണ്ടാവും അമ്മ ഈ മാലയും സാധനങ്ങളെല്ലാം അലമാരിൽ വെച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതിയത്. അപ്പം നമ്മൾ ഇത് കഴിഞ്ഞിട്ട് അടക്കമെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഈ അലമാര തുറക്കുന്നത്. അപ്പോഴേക്കും അമ്മ ഈ അടുത്ത ദിവസം, അതായത് കഴിഞ്ഞ മാസം 6-ാം തീയതി ഈ ജോയ് ആലുക്കാസിൽ നിന്ന് 3 പോയിന്റ് ആഭരണം വാങ്ങിച്ചിട്ടുണ്ട്. ഇവിടെ കയ്യിൽ കുറച്ച് 2 വളയും മോതിരമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം നഷ്ടപ്പെട്ടപ്പോഴേക്കും പിന്നെയാണ് ബന്ധുക്കൾക്ക് എല്ലാവർക്കും സംശയമായി. ആ സംശയം എനിക്കും ബലപ്പെട്ടു. അപ്പം പിന്നെ അതിൻ്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടി ഞാൻ സ്റ്റേഷനിൽ പരാതിപ്പെടുകയും അതിപ്പം ഈ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോസ്റ്റ്മോർട്ടത്തിന് ശേഷം റിസൾട്ട് വരുമ്പോഴേ അറിയാം. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ലഭിച്ച ശേഷം തുടർ നടപടികളിലേക്ക് കടക്കും എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രത്യക്ഷത്തിൽ നമുക്ക് പറയത്തക്ക രീതിയിലൊന്നും ഇല്ല. അല്ല, അത് മകന്റെ പരാതിയാണ്. അപ്പം മകൻ ഇതുമായി ബന്ധപ്പെട്ട് പരാതി ഉന്നയിച്ചതുകൊണ്ട് അങ്ങനെ ചെയ്യുന്നതാണ്. അല്ല, അതിനകത്ത് ഒരു മാല ഗോൾഡ് അല്ല എന്നുള്ള ഒരു ഇത് വന്നപ്പോഴാണ് ഇയാള് സംശയം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് സംശയമുള്ളത് പറഞ്ഞതുകൊണ്ട് പ്രകടിപ്പിച്ചതുകൊണ്ട് പോലീസ് അങ്ങനെ ചെയ്യുന്നു.